എനിക്ക് താങ്കളെ ആദ്യമായിട്ടാണ് ഒരു ഡിബേറ്റിൽ നിന്ന്, ഈ ഫ്ലോറിൽ നടക്കുന്ന ഒരു ഡിബേറ്റിൽ നിന്ന് ഒരാളെ, ഒരു അതിഥിയെ ഇറക്കി വിടുന്നത്. എന്തുമായി തോന്നുന്നു, എന്തും വിളിച്ചു പറയാം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്ന നിങ്ങൾ അത് പറയരുത്, പോക്രിത്തരം പറയരുത്. ഇത് പണിയാവോ? പറയരുത്. അനിൽ നമ്പ്യാരെ മോശപ്പെട്ട വാക്കൊന്നുമല്ല. മോശപ്പെട്ട വാക്കൊന്നുമല്ല. തോന്നിവാസം തന്തടിക്കപ്പെടാ പാട്ടി, തന്തടിക്കപ്പെടാ പാട്ടി. തോന്നിവാസം തന്തടിക്കപ്പെടാ പാട്ടി. കരുവന്നൂരുമായി ആയുർബിജു, താങ്കൾക്ക് ഒരു നിമിഷം പോലും ഈ ചർച്ചയെ തുടരാൻ സാധിക്കില്ല. എന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഇതിനൊക്കെ ചില രീതികളും മര്യാദകളൊക്കെ ഉണ്ട്. താൻ ആദ്യം അതൊക്കെ പഠിച്ചിട്ട് ഒരു തെറ്റുമില്ല. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. ഇല്ല, താങ്കളെ ഈ ചർച്ചയിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയാണ്. താങ്കളെ പുറത്താക്കിയിരിക്കുന്നു. രക്ഷപ്പെട്ടു. അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ. എനിക്ക് താങ്കളെ ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഇതാണ് ഇവർക്ക് വിരളി പിടിച്ചിരിക്കുകയാണ്, ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അയ്യോ പൊന്നു മോനെ, ഭ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. എന്തുമായി തോന്നുന്നു, എന്തും വിളിച്ചു പറയാം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മലയാളിസിനെ വില കളയാൻ CPM-ന്റെ പ്രതിനിധികൾക്ക് മാത്രമല്ല, ഇടതുമുന്നണിയുടെ പ്രതിനിധികളിലേക്കും ആ വിരളി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ ആയുർബിജു. അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു.